അണ്ണാ, എൻ്റെ കാമുകിയാണ് അണ്ണാ ഈ ടാറ്റു എന്നെ കൊണ്ട് ചെയ്യിച്ചത്. അവളെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഒരു ആസ്ട്രോനോട്ട് ആവണമെന്നായിരുന്നു. ആക്കിട്ട് എന്തൊരെടുപ്പായി? അതവക്ക് സ്പേസിൽ പോയിട്ട് ചന്ദ്രനെ പിടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന്. ചന്ദ്രനെ പിടിച്ചോളൂ, വായിക്കാത്തോണ്ട് വെച്ചോട്. ചന്ദ്രനെ കൊണ്ട് അവക്ക് കൊടുത്തവനെ നമ്മളെങ്ങനെ കാണും ചന്ദ്രനെ? പക്ഷെ എനിക്ക് ആസ്ട്രോനോട്ട് ആവാൻ പറ്റിയില്ല അണ്ണാ. വൈ? +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച ആസ്ട്രോനോട്ട് ആവാൻ പറ്റൂലല്ലോ അണ്ണാ. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൾ എന്നെ കളഞ്ഞിട്ട് പോയി. എനിക്ക് അവൾ അടിച്ചെന്ന ഈ ടാറ്റു എങ്ങനെയെങ്കിലും മായ്ക്കണം അണ്ണാ. അത് അളിയ, നമുക്കത് കരിങ്കലിൽ ഉരച്ചാ പോരെ? നല്ലപോലെ മായമല്ലോ. അത് വേദനിക്കും. നമുക്ക് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കാം. ഒന്നും വേണ്ട, ഞാൻ ഈ ടാറ്റുവിന്റെ പുറത്തൂടെ വേറെ ടാറ്റു അടിച്ചോളാം. ഏത് ടാറ്റു അടിക്കാൻ പോണ? ആദ്യം ഒരു മാപ്പ് അടിക്കണം. അത് കൊള്ളാളിയ, അതാകുമ്പോ യൂസ് ഉണ്ട്. ഗൂഗിൾ മാപ്പ് എടുക്കണ്ടോ, കൈ തന്നെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഒരു കോമ്പസും. മാത്സ് ക്ലാസ് ഉണ്ടാ? ആ കോമ്പസ് അല്ല, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. അതടിച്ചിട്ട് എന്തിനും ദിശ അറിയാൻ. തീർന്ന ടാറ്റു തീർന്ന? സുരേഷ് ഗോപിക്കാരല്ലടാ ടാറ്റു. പിന്നെ നെഞ്ചിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കണ. അതെന്ത്, നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ കളഞ്ഞു പോയാ? അയ്യോ, കളഞ്ഞു പോയോണ്ടല്ല, അതിപ്പോ ട്രെൻഡാണ്. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ കുറുക്കില് വലിയൊരു ചിറവടിക്കണം. അമ്മോ, ചിറക്! ഇപ്പൊ മനുഷ്യഗണം മാറി പക്ഷിഗണമായി, അവന് പറക്കാൻ പറ്റൂനി. പിന്നെ ഇവിടെ ആയിട്ട് ഒരു 11-11 അടിക്കണം. അതെന്താ? 11-11 പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നാണ് എല്ലാരും പറയണം. അങ്ങനെ അളിയ, ഒരു ഡൗട്ട്. നമുക്ക് ടാറ്റു മായ്ക്കാം, മറയ്ക്കാം. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകൾ എങ്ങനെ മറയ്ക്കും? എടാ, നിനക്കറിയാമോ, എൻ്റെ അളിയൻ്റെ കാമുകി നിന്റെ കാമുകിയെ പോലെ സൈക്കോയായിരുന്നു. അളിയ ഡോക്ടറാക്കാൻ വേണ്ടി അവള് ഡോക്ടറിന്റെ ടാറ്റു അടിച്ചു കൊടുത്ത്, എന്നിട്ട് അളിയ കൊമേഴ്സ് എടുത്ത് അതോടുകൂടി കാമുകി തേച്ച് അവള് നീറ്റ് എഴുതി നീറ്റായിട്ടുള്ളൊരു പയ്യൻ്റെ കൂടെ പോയി. പോട്ട്. എനിക്ക് അവളില്ലാതെ പറ്റൂല അളിയ. ഞാൻ തന്നെ എവരും അടിച്ചത്. എന്റെ കയ്യിലെ ടാറ്റു എങ്ങനെ മാറ്റി? എന്റെ മനസ്സിലെ ഓർമ്മകൾ ഞാൻ എങ്ങനെ മറയ്ക്കും? ഇതത് തന്നെ കഞ്ചാവ്.